ചെർപ്പളശ്ശേരി ട്രാഫിക് പരിഷ്കരണം പുനർപരിശോധിക്കുക എന്ന ആവശ്യവുമായി ജൂലൈ 7 ചൊവ്വാഴ്ച 11 മണിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരി പ്രതിഷേധ കൺവെൻഷൻ നടക്കുന്നു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം കടമുടക്കിയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുതൽ നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കരണത്തിൽ ചെർപ്പളശ്ശേരിയിലെ വ്യാപാരികളും പൊതുജനങ്ങളും വലിയ പ്രയാസത്തിലാണ്. കഴിഞ്ഞ മാസം 31-ാം തീയതി മുതൽ തന്നെ, ഇത് നടപ്പിലാക്കിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഞങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായും പോയി കണ്ട് ചെർപ്പളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കച്ചവടക്കാരൻ്റെ പ്രയാസങ്ങൾ വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷെ നാളിതുവരെ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ഞങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കുകയോ ചെയ്യാനുള്ള ഒരു മനസ്സാണ് കാണിക്കാത്തതാണ് ഞങ്ങൾ ഇന്ന് ഇത്തരത്തിൽ ഒരു സമരം പ്രഖ്യാപിക്കുന്നതിലേക്ക് എത്തിച്ചത്. ഞങ്ങൾ ഉപജീവന മാർഗം നിർത്തി മറ്റു തൊഴിൽ മേഖലയിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. അതും അത്ര പെട്ടെന്ന് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഇവിടെ ഒട്ടനവധി ബാധ്യതകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കുറികളായിട്ടും ലോണുകളായിട്ടും ഒക്കെ ഞങ്ങൾ ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെച്ചവരാണ് ഞങ്ങൾ. അത് ഇവിടെ തന്നെ പരിഹരിച്ച് ഞങ്ങൾക്ക് പോകാൻ കഴിയണം. ചെർപ്പളശ്ശേരി ടൗണിൽ ഒരു വികസനം വരുന്നതിനോ പഴയ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതിനോ ഒന്നും ഞങ്ങളെതിരല്ല. പക്ഷെ ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചതിന് ശേഷമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രയാസങ്ങൾ കൂടി കണക്കിലെടുത്ത് അത്തരം പരിഷ്കരണങ്ങൾ നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ചൊവ്വാഴ്ച 7-ാം തീയതി രാവിലെ 10 മണി മുതൽ ചെർപ്പളശ്ശേരിയിൽ ഞങ്ങൾ മലബാർ കോംപ്ലക്സിൽ ചെർപ്പളശ്ശേരിയിലെ മുഴുവൻ വ്യാപാരികളും അവരുടെ തൊഴിലാളികളും ഒരു പ്രതിഷേധ കൺവെൻഷൻ നടത്തുകയാണ്. ആ പ്രതിഷേധ കൺവെൻഷൻ നടത്തുന്ന ചൊവ്വാഴ്ച 7-ാം തീയതി ചെർപ്പളശ്ശേരിയിലെ മുഴുവൻ കടകളും അടച്ചിട്ടുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രതിഷേധ സമരം നടത്തുന്നത്.